നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനപ്രതിനിധികൾ നിയമസഭയിലേക്ക് എത്തുമ്പോൾ, അതായത് നമ്മളെ ഭരിക്കാൻ, നമുക്ക് വേണ്ടി നിയമം നിർമ്മിക്കാൻ നമ്മൾ നിയമസഭയിലേക്ക് അയച്ച ജനപ്രതിനിധികൾ അവിടെ എത്തുമ്പോൾ അവരുടെ നിലവിലുള്ള ക്രിമിനൽ പശ്ചാത്തലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കേരള നിയമസഭയിലെ 140 MLA-മാരുടെയും ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ പരിശോധിച്ചാൽ അതിൽ 140 MLA-മാരിൽ 95 പേർക്കെതിരെയും, അതായത് ഏകദേശം 68% ജനപ്രതിനിധികൾക്കെതിരെയും ചെറുതും വലുതുമായ കേസുകൾ നിലവിലുണ്ട്. എന്നാൽ ഈ കേസുകളെല്ലാം ഒരേ തരത്തിലുള്ളതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ വലിയൊരു വിഭാഗവും രാഷ്ട്രീയ പ്രവർത്തകർ സാധാരണയായി നേരിടുന്ന തരത്തിലുള്ള കേസുകളാണ്. അനുമതിയില്ലാതെ പൊതുസ്ഥലത്ത് സമരം ചെയ്യുക, അനുവാദമില്ലാതെ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുക, രാഷ്ട്രീയ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന കേസുകൾ എന്നിവയാണ് ഇതിൽ ഭൂരിഭാഗവും. പക്ഷേ ഇതിനിടയിലും ഗൗരവമായി കാണേണ്ട മറ്റൊരു കണക്കുണ്ട്. രാഷ്ട്രീയതരമായ അല്ലെങ്കിൽ ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവരും നമ്മുടെ നിയമസഭയിലുണ്ട്. കൊലപാതക ശ്രമം, സ്ത്രീപീഡനം, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കൽ തുടങ്ങിയ കടുത്ത കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെട്ട 33 MLA-മാരാണ് നിലവിൽ സഭയിലുള്ളത്. അതായത് ആകെ നിയമസഭാംഗങ്ങളുടെ 24% വരും. തൊട്ടു മുൻപത്തെ നിയമസഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്ന് ആകെ കേസുകൾ ഉണ്ടായിരുന്ന MLA-മാരുടെ എണ്ണം 87 ആയിരുന്നെങ്കിൽ ഈ നിയമസഭയിൽ അത് 95 ഉയർന്നു എന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവിനെയാണ് കാണിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കൗതുകം എന്തെന്നാൽ നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമലംഘകരാകുമ്പോൾ അവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ്. ജനാധിപത്യത്തിൽ കുറ്റവും ശിക്ഷയും ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.